അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല, ഞങ്ങളോട് പറയേണ്ട കാര്യം. കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അല്ല, അത് പാർട്ടി നേതൃത്വത്തിന് മുമ്പിലാണ് അതിനെ സംബന്ധിച്ച കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ മാധ്യമങ്ങളോട് റിവീൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. LDFിനെ തൂത്തെറിഞ്ഞ് വലിയ വിജയം കൈവരിച്ച UDF ഇനി എങ്ങനെ കേരളം നയിക്കും? കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ LDF ഭാഗമായിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുന്നത് ഈ വരാൻ പോകുന്ന ഭരണം അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇരച്ചെത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ പേരിൽ അരിശം പൂണ്ട് വലിയ രീതിയിൽ വൈകാരികമായി പ്രതികരണങ്ങൾ നടത്തുന്ന ജനങ്ങൾ, ആ ജനങ്ങൾക്കൊരാശ്വാസമാകുന്ന രീതിയിൽ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടൊരു സർക്കാരായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴത്തെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4ാം ദിവസമായപ്പോൾ ആ ആശ്വാസവും പ്രതീക്ഷകളുമൊക്കെ മങ്ങുന്നു എന്നുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള തീരുമാനത്തിൽ UDF ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായി പുരോഗമിച്ചു. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല, ഞങ്ങളോട് പറയേണ്ട കാര്യം. നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല, ജനങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ കോൺഗ്രസ് അധികാരത്വം? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിധി അവർ രേഖപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇനി പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പാർട്ടി പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നടന്നു വരിക. ഇതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യം, മാധ്യമങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞല്ലോ, ജനഹിതം കോൺഗ്രസ് UDF ഗവൺമെന്റ് വരിക ജനഹിതമാണ്. ആ ജനഹിതമാണ് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോസസ് നടന്നു വരും. ആ പ്രോസസ് പാർട്ടി തീരുമാനമുണ്ട്. ആ തീരുമാനം ഇന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാം. അല്ല, അതിന്റെ ടൈം ലൈൻ നമ്മൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ? അല്ല, അതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞോ ഇല്ലയോ, ഇതെല്ലാം പാർട്ടിയുടെ ഉള്ളിൽ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രോഗ്രാമാണ്. ഒരു കാരണവശാൽ നിങ്ങളോട് ആ കാര്യങ്ങൾ പറയാൻ പോകും. കൂട്ടത്തിലുള്ള MLA-മാരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. മാറ്റി പിടിച്ചോളാം. ബൈക്കടിയോ താത്തടിക്കോ? എന്റെ ഫ്രണ്ടിൽ പൊക്കുന്ന ആണാണ് സന്തോഷം. താത്തു പറയാനുള്ളത് എല്ലാ ശുഭമായി തരും, എല്ലാ ശുഭമായി തരും. സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിഞ്ഞു. കെ മുരളീധരൻ പറഞ്ഞ ഞായറാഴ്ച ആവുന്നതാണ്. ലീഡേഴ്സ് മാറി നമ്മള് MLA-മാരില് ജൂനിയറല്ലേ, സീനിയേഴ്സ് ഉണ്ടോ? ഒറ്റക്കെട്ടി കാണുന്നുണ്ടോ? 3 പേര്.
അയ്യോ 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 പെട്ടെന്നൊരു തീരുമാനം അതല്ല ഞങ്ങൾ എപ്പോഴും പറയാത്ത കാര്യം അല്ല ഇനിയിപ്പോ ഡൽഹിയിൽ പോയിട്ട് വേണ്ട തീരുമാനിക്കാം. ഡൽഹി ഹൈക്കമാൻഡിന്റെ അടുത്തുള്ള പ്രഖ്യാപനം. ഇല്ല ഓരോരുത്തരായിട്ട് കാണുകയാണ്. എല്ലാവരും അവരവരുടെ നമ്മള് ജനാധിപത്യ ആൾക്കാരല്ലേ. അപ്പൊ ആ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെയാണ് അഭിപ്രായം എടുത്തോണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞിട്ടാണ് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞു. അല്ലല്ല, എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും CLP ലീഡറെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോ മാധ്യമങ്ങളോടൊന്നും പറയുന്നില്ല. അവിടെ ലീഡർഷിപ്പിനോടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഈ കൂട്ടത്തിലുള്ള MLA-മാരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് മുഖ്യമന്ത്രി. ഈ MP സെന്റിൽ ഒരു ഗതാഗത മന്ത്രിയെ കാണാൻ കഴിയുമോ? ഒന്നുമില്ല, ഈ സമയത്തൊന്നും അതൊന്നും ചർച്ചയൊന്നുമില്ല. എന്തായിരുന്നാലും കോൺഗ്രസ് ഗവൺമെന്റ് വരിക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കൺസേൺ. അത് തന്നെയാണ് സാറ്റിസ്ഫൈഡ്. അല്ല, അത് പാർട്ടി നേതൃത്വത്തിന് മുമ്പിലാണ്. അതിനെ സംബന്ധിച്ച കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ മാധ്യമങ്ങളോട് റിവീൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം AICC നിയോഗിക്കപ്പെട്ടിട്ടുള്ള നിരീക്ഷകരാണെന്ന് കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവരതിന്റെ ഭാഗമായി എല്ലാ MLA-മാരായിട്ട് സംസാരിച്ചു. അതിനപ്പുറമുള്ള മറ്റു പ്രൊസീജിയർ കൂടിയുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കും. സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിഞ്ഞു. എല്ലാവരും സ്വതന്ത്രമായ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതിൽ മറ്റ് മാധ്യമങ്ങളിൽ വരുന്നത് പോലുള്ള പക്ഷഭേദങ്ങൾക്ക് അർത്ഥമില്ല. എല്ലാവരെയും സംബന്ധിച്ച് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങളെ കൃത്യമായിട്ട് പറയും. പക്ഷെ അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ റിവീൽ ചെയ്യാൻ സാധിക്കില്ല. അത് ഉടനെ തന്നെ നേതൃത്വം അറിയിക്കും. അത് ഇവരെന്നെ പിന്നെ ഘടകകക്ഷികൾ ഇപ്പൊ ഞങ്ങൾ MLA-മാരുടെ അഭിപ്രായം ചോദിച്ചു. പിന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളുണ്ടാവും. അതിനുശേഷം പാർട്ടി നേതൃത്വമായ ചർച്ചകളുണ്ടാവും. അതിനുശേഷം AICC ആണ് തീരുമാനം പ്രഖ്യാപിക്കുക. അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളിലുള്ള പിന്നെ 3 MLA-മാരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചത്. അങ്ങനെയാണ് ചോദിച്ചത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി. ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം തന്നെ നിൽക്കാനല്ല എല്ലാവർക്കും സാധിക്കുള്ളൂ. അതല്ലാതെ ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിരുദ്ധമായി നിൽക്കാൻ സാധിക്കും. ഹൈക്കമാൻഡാണ് പാർട്ടിയുടെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പാർട്ടി തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ആ തീരുമാനത്തിനൊപ്പം തന്നെ കോൺഗ്രസ് രാജ്യത്ത് പതിറ്റാണ്ടുകളോളം തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും ഗവൺമെന്റുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു ആശയക്കുഴപ്പവും കോൺഗ്രസ് നേതൃത്വത്തിനില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ, കൃത്രിമമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും മേൽ ഒരു അൽഗോരിതം പോലെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി യോഗം ചേർന്നപ്പോൾ ബോധ്യപ്പെട്ടു. പാർലമെന്ററി പാർട്ടി ഐകകണ്ഠേന കോൺഗ്രസ് പ്രസിഡന്റിനെ ആരാണ് കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കേണ്ടത് തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ തീരുമാനം ഞങ്ങൾ വളരെ വേഗം പ്രതീക്ഷിക്കുന്നു. കേരളത്തെ നയിക്കാൻ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് സൗത്ത് ഇന്ത്യയെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. സൗത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന ചിന്ത അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സന്ദർഭത്തിൽ തെക്കേ അറ്റത്തെ സംസ്ഥാനമായ കേരളം തെക്കേ ഇന്ത്യയെ ആകെ നയിക്കാൻ ശക്തിയുള്ള ഒരു നേതാവിനെ സൃഷ്ടിക്കും എന്നാണ് നമുക്കെല്ലാം ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സൗത്ത് ഇന്ത്യയെ നയിക്കും എന്നാണ് നാം എല്ലാം
പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ ആയിട്ടുള്ളൊരു പ്രത്യേക നിയമോ ഇല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത ഉള്ളയാൾ തന്നെ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അല്ലാതെ ഒരാളെ, ഭരണഘടനാ അതീതമായ ഒരാളിനെ ഇവിടെ നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഭരണഘടനാനുസൃതമായി എന്തെല്ലാമാണോ ചെയ്യേണ്ടത് ആ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്ര ശക്തമായ നിലപാട് സ്വീകരിക്കും. എനിക്ക് നിങ്ങളോട് എല്ലാം അഭ്യർത്ഥിക്കാനുള്ള കാര്യം, എന്നെ പോലുള്ള ആൾക്കാർ 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങള് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നിൽക്കുന്നവരാണ്. പക്ഷെ എന്നെപ്പോലും വികൃതമായി ചിത്രീകരിക്കാൻ, ഞങ്ങളൊക്കെ വളരെ മോശക്കാരാണെന്ന രീതി സൃഷ്ടിക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചു. ചില മാധ്യമങ്ങൾ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, മാധ്യമങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ ചില ആൾക്കാർ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസിന്റെ തീരുമാനത്തെ ഹൈജാക്ക് ചെയ്യുക, ഗാലപ്പോളിലൂടെ മുഖ്യമന്ത്രി എടുക്കണമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, എന്നിട്ട് കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ഒരു പരിശ്രമം നടത്തുക. അത്തരം കൃത്രിമമായ പൊതുബോധം സൃഷ്ടിക്കലിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കീഴടങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായ നേതൃത്വം ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിക്കും. ആ തീരുമാനം 63 കോൺഗ്രസ് എംഎൽഎമാരും അംഗീകരിക്കും. കേരളത്തിൽ ശക്തമായൊരു ഗവൺമെന്റ്, ഈ സംസ്ഥാനത്തെ കടപുഴക്കി എറിഞ്ഞ, ഈ സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളെയും കുടുംബാധിപത്യത്തിന് വേണ്ടി തീരെഴുതി കൊടുത്ത ഒരു നശിച്ച കാലത്തിന് വിരാമമിട്ടുകൊണ്ട് ഈ ഇന്ദിരാഭവനിൽ നിന്നും ഒരു പുതുയുഗത്തിന് പിറവിയുണ്ടാകും. അത് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയും. അതാണ് അത് നിങ്ങൾക്ക് ചില ആൾക്കൊക്കെ അതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിങ്ങൾക്ക് ചിലർക്കും ഞാൻ വ്യക്തികളിലേക്കോ നേതാക്കന്മാരിലേക്കോ പോകുന്നില്ല. എല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരാണ്. എല്ലാവരോടും ഞങ്ങൾക്ക് സമമായ സ്നേഹവും ആദരവുമാണുള്ളത്. എന്നാൽ ഏത് കാലത്താണ് ഗാലപ്പോളിലൂടെ ഒരു സർക്കാർ നയിക്കാൻ ആളെ തീരുമാനിച്ചിട്ടുള്ളത്? അതൊന്നും നടക്കില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ MLA-മാരും നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങൾ അവര് പറയുന്നതാണ്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇത്രമാത്രം ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂട്ടായ പ്രവർത്തനത്തിൽ എല്ലാവരും അതിന് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് UDF-ന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് 102 സീറ്റിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞത്. അത് UDF-ന്റെ ഒരു വലിയ നേട്ടമാണ്. ഒന്നിച്ച് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയൊന്നും വിടാവൂ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഇന്ന് KPCC ഓഫീസിൽ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ ഇന്ന് ഇവിടെ വന്ന് വിജയിച്ചു വന്നിട്ടുള്ള 63 MLA-മാരുമായി കാണുന്നതും യോഗം ചേർന്നിട്ടുള്ളതും. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. ഈ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അധികാരത്തിലേറും. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ട് തന്നെയാണ്, ജനാധിപത്യത്തിന്റെ സൗകുമാര്യമാണിത്.
സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും.